സാധിക്കും. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലയ്ക്കുന്നതാണ് ഈ വില വർധന എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് കൂടി കേൾക്കണം. സമഗ്ര മേഖലയിലും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനത്തിന് വീണ്ടും ഇരുട്ടടിയായി മാറിയിരിക്കുന്നു ഈ ഗാർഹിക പാചക വാതക വില വർധന എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്താണ് അവർക്ക് പറയാനുള്ളത്? പൊതുജനം സ്പീക്കിംഗ്. പിന്നെ നമുക്ക് ബാധിക്കില്ല, നമ്മൾ തെണ്ടി തിരിയണതല്ലേ ഇവിടെ വന്ന്. ഇത് 100 പേരെടുത്ത് ചോദിച്ചാലാണ് മക്കളെ ഒരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതിലെത്രയും പൈസ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. സർക്കാർ കൂട്ടിക്കൊണ്ടിരിക്കണം, ഞങ്ങൾ പാവങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം. അവർക്ക് ഇനിയും കൂട്ടാമല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടേനെ. അതാണ്ട് വാരത്തിൽ പൈസ ഇല്ലാത്തവരും ഉണ്ട്, പൈസ ഉള്ളവരും ഉണ്ട്. നമ്മളൊക്കെ എന്തിനു ചെയ്യും മക്കൾ? അതാ ഇവിടെ നിന്ന് പിച്ച തണ്ട് പോലെ തെണ്ടി ഓരോ സാധനങ്ങൾ വാങ്ങണം. നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് അവനെ. നമ്മൾ കൂലിപ്പണിക്കാർ എന്ത് ചെയ്യും? നിലനിർത്തി പടലേ വരയ്ക്കില്ല, നില വരുള്ളൂ. ഒരു മാസം ചിലപ്പോൾ 35 ദിവസം കാണും, ചിലപ്പോൾ 25 ദിവസം കൊണ്ട് തീരും. വലിയ ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാൻ വരും? 1000 രൂപ ഇപ്പോൾ എടുത്ത ഗ്യാസിന്. ഇനിയിപ്പോൾ ഒന്ന് കൂടിയെന്ന് പറയണ്. വലിയ ബുദ്ധിമുട്ട് പോണേ പോവേന്നെ. ബുദ്ധിമുട്ട് തന്നെ, എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അത്. സാധാരണക്കാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ അത്. സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ. അതാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. ഈ പറഞ്ഞതുപോലെ വിലക്കയറ്റമുണ്ട്. അതിനിടയിൽ ഗാർഹിക സിലിണ്ടറിന്റെ വില കൂടി വർദ്ധിപ്പിച്ചത് വലിയ ഇരുട്ടടിയാകുന്നു എന്നതാണ്.